സോ ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകും നമുക്ക് എങ്ങനെയാണ് വളരെ ബേസിക് ആയിട്ട് ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എടുക്കാമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണോടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ബേസിക്കിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറ ലൈറ്റ് ഒന്നും വേണ്ട. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ലൈറ്റിങ്ങും. അപ്പോൾ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റ് ഉണ്ടായാലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റ് തന്നെയാണ്. പിന്നെ വരുന്നത് പ്രൊഡക്റ്റാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ പോലെ തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ആ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്പോട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഈവൻ ലൈറ്റിംഗ് വരുന്ന ഒരു സ്പോട്ടായിരിക്കണം. അവിടെ നമ്മൾ നമ്മുടെ വൈറ്റ് ചാർട്ട് പേപ്പർ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആ ഒരു വൈറ്റ് ചാർട്ട് പേപ്പറിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ നിലത്ത് വിരിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെക്കാം. പക്ഷേ ലൈറ്റിംഗ് നിങ്ങൾ ഈവൻ ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് കൂടുതൽ ഷാഡോസ് ഒന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാർട്ട് പേപ്പർ ഇവിടെ ചുമരിൽ സ്റ്റിക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 2-3 സെൻറ്റിമീറ്റർ നമ്മൾ കയറ്റിയിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് വെക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഷാഡോ നമ്മുടെ ചാർട്ട് പേപ്പറിൽ വരാണ്ടിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാമറയിലാണ് ഈ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ISO, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ ഈ 3 ഫാക്ടേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട്. നിങ്ങൾ സ്മാർട്ട് ഫോണിലാണ് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങളൊരു മാനുവൽ ക്യാമറ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു മാനുവൽ ക്യാമറ ഇല്ലെങ്കിൽ തന്നെ നമ്മളൊരു മാനുവൽ ക്യാമറ ആപ്ലിക്കേഷനെ പറ്റി ഡെഡിക്കേറ്റഡ് വീഡിയോ ഈ ചാനലിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണോടും പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഫോട്ടോസ് എല്ലാം ഫോട്ടോഷോപ്പിലോട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഫിനിഷ് കിട്ടാനാണ് നമ്മൾ ഇത് ഫോട്ടോഷോപ്പിൽ തന്നെ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഫോട്ടോഷോപ്പിൽ വലിയ എഡിറ്റിംഗ് ഒന്നും വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള റീടച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്പോട്ട് റിമൂവൽ ടൂൾ വെച്ചിട്ട് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ അതൊന്ന് കളയുക. നമ്മുടെ പ്രൊഡക്റ്റ് വൃത്തിയാക്കി വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ പക്കയായിട്ട് സെലക്ട് ചെയ്യണം. അതായത് നിങ്ങൾക്കൊരു പെൻ ടൂൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സോളിഡ് കളർ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനനുസരിച്ച് നമുക്ക് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു മൾട്ടി കളർ പ്രൊഡക്റ്റാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സ്യൂട്ടാകുന്ന ഒരു കളർ കൊടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ഒരു സിംഗിൾ കളർ പ്രൊഡക്റ്റാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് കളർ വീൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അങ്ങനെ കളർ വീൽ സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു ഇമേജ് കിട്ടും. ആ ഇമേജിൽ നിങ്ങൾ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അതായിരിക്കും എപ്പോഴും ഭംഗി വരുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലൊരു ബ്ലൂ പ്രൊഡക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഓറഞ്ചിഷ് റെഡ് ആ ഒരു സ്പോട്ടിലോട്ട് വേണം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ കളർ വീലിൽ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന കളേഴ്സ് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റേഡിയൽ എഫക്റ്റോ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എഫക്റ്റോ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എഫക്റ്റോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നൈസായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമ്മളൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിനി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കളറോ അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റോ അല്ലെങ്കിൽ ടെക്സ്ചറോ ഒക്കെ ആഡ് ചെയ്യണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫ് എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ പ്രോപ്പർലി കാറ്റഗറൈസ് ചെയ്തിട്ട് പ്ലേലിസ്റ്റുകളാക്കിയിട്ട് നമ്മുടെ ചാനലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും എടുത്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.